ജീവിതം ഒരു പങ്കായമില്ലാത്ത തോണി പോലെയാണ്, ലക്ഷ്യമില്ലാതെ ഒഴുകിനടക്കുന്ന ഒന്ന്. നിങ്ങൾ ബുദ്ധിയുള്ളവനോ ദയയുള്ളവനോ കഴിവുള്ളവനോ ആയിരിക്കാം, പക്ഷേ ഭയം നിങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എവിടെയെങ്കിലും കുടുങ്ങിയതായി തോന്നും. ധാരാളം ആളുകൾ മിണ്ടാതെയിരിക്കുന്നു, ശ്രദ്ധിക്കപ്പെടാനോ തെറ്റുപറ്റാനോ പരാജയപ്പെടാനോ ഭയന്ന്. എന്നാൽ ഒരു കഥയ്ക്ക് ആ ഭയത്തെ ഒരൽപ്പം മാറ്റാൻ കഴിഞ്ഞാലോ, നിങ്ങൾ മറന്നുപോയ ധൈര്യത്തെ ഉണർത്താൻ കഴിഞ്ഞാലോ, അവസാനം വരെ ഞങ്ങളോടൊപ്പം നിൽക്കുക. ഈ കഥ ഒരുപക്ഷെ നിങ്ങൾ കാത്തിരുന്ന വഴിത്തിരിവായേക്കാം. ഒരു തിരക്കേറിയ നഗരത്തിൽ കഠിനാധ്വാനിയായ ഒരു കച്ചവടക്കാരൻ താമസിച്ചിരുന്നു. ഉപ്പുവിൽപ്പന നടത്തി ലളിതമായ ജീവിതം നയിച്ചിരുന്ന അയാൾക്ക് ഭാര്യയും 2 ആൺമക്കളുമടങ്ങുന്ന ചെറിയ കുടുംബമുണ്ടായിരുന്നു. മൂത്ത മകൻ വളരെ ശാന്തനും ലജ്ജാശീലനും ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവനുമായിരുന്നു. ഇളയ മകനാകട്ടെ ആത്മവിശ്വാസമുള്ളവനും സന്തോഷവാനുമായിരുന്നു. പെട്ടെന്ന് സുഹൃത്തുക്കളെ സമ്പാദിച്ചു. മൂത്ത മകന്റെ നിശബ്ദതയെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു. അവനെ മന്ദബുദ്ധിയെന്നും വിഡ്ഢിയെന്നുമാണ് അവർ കണ്ടത്. അവൻ ഒരിക്കലും തർക്കിച്ചില്ല, എതിർത്ത് സംസാരിച്ചില്ല. പലരും അവന്റെ ലാളിത്യം മുതലെടുത്തു. പക്ഷേ അവൻ എല്ലാം നിശബ്ദനായി സഹിച്ചു. അവന്റെ പിതാവിന് ഇത് കൂടുതൽ നിരാശയുണ്ടാക്കി. നിനക്കെന്തുകൊണ്ട് നിന്റെ അനുജനെപ്പോലെ ആകാൻ കഴിയില്ല? അദ്ദേഹം ദേഷ്യപ്പെട്ടു. സംസാരിക്ക്, കുറച്ച് ധൈര്യം കാണിക്കാം. ഓരോ ശാസനയും ആ കുട്ടിയുടെ ദുർബലമായ ആത്മവിശ്വാസത്തെ കൂടുതൽ തളർത്തി. കാലക്രമേണ സമ്മർദ്ദവും കഠിനമായ വാക്കുകളും അവനെ കൂടുതൽ നിശബ്ദതയിലേക്ക് തള്ളിവിട്ടു. ഭാഗം 2. പതനം ആരംഭിക്കുന്നു. കുട്ടി വളർന്നപ്പോൾ ഭയം അവനെ ഭരിച്ചു. സ്കൂളിൽ പരീക്ഷകളിൽ അവൻ ബുദ്ധിമുട്ടി, പഠിക്കാത്തതുകൊണ്ടല്ല, എഴുതാൻ ഭയന്നതുകൊണ്ട്. അവന്റെ മനസ്സ് ശൂന്യമാകും, അവന്റെ കൈകൾ വിറയ്ക്കും. പതിയെ അവൻ സമപ്രായക്കാരേക്കാൾ പിന്നിലായി. ഒടുവിൽ അവൻ ഒരു യുവാവായി. ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു, നിന്റെ സ്കൂൾ പഠനം കഴിഞ്ഞു, വാ കടയിൽ എന്നെ സഹായിക്ക്. വീണ്ടും പിതാവിനെ നിരാശപ്പെടുത്താൻ ഭയന്ന് അവൻ സമ്മതിച്ചു. പക്ഷേ അതേ പരിഭ്രാന്തി അവനെ പിന്തുടർന്നു. അവന് ഉപഭോക്താക്കളെ നോക്കാൻ കഴിഞ്ഞില്ല, വിലകൾ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല, ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്നു പറയാൻ പോലും കഴിഞ്ഞില്ല. അവന് തെറ്റുകൾ സംഭവിച്ചു. ഓരോ തെറ്റും അവന്റെ പിതാവിൽ നിന്ന് കൂടുതൽ കോപം വരുത്തി. അങ്ങനെ ഒരു ദിവസം ദുരന്തം സംഭവിച്ചു. അച്ഛൻ പുറത്തായിരുന്ന സമയം ചില തന്ത്രശാലികളായ ആളുകൾ കടയിൽ വന്നു. ഞങ്ങൾ ഉപ്പ് വാങ്ങാൻ വന്നതാണ്, അവർ കള്ളം പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ ഞങ്ങളെ അയച്ചതാണ്. യുവാവ് മടിച്ചു. എന്തോ തെറ്റായി തോന്നിച്ചു. പക്ഷേ ഭയം അവനെ വീണ്ടും പിടികൂടി. അവരെ ചോദ്യം ചെയ്യാൻ അവന് ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞില്ല. അവൻ സത്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവർ എല്ലാം കൊണ്ടുപോയിരുന്നു, ഓരോ ചാക്കുപ്പും. അന്ന് വൈകുന്നേരം അച്ഛൻ തിരിച്ചെത്തി ഒഴിഞ്ഞ കട കണ്ടപ്പോൾ അവന്റെ ദേഷ്യം പൊട്ടിത്തെറിച്ചു. വിഡ്ഢി, ഞാനുണ്ടാക്കിയതെല്ലാം നീ നശിപ്പിച്ചു. നീ ഒരു പരാജയമാണ്. ഇനിയൊരിക്കലും ഇങ്ങോട്ട് വരരുത്. ആ വാക്കുകളാൽ തകർന്ന യുവാവിന് തന്റെ ലോകം തകർന്നതായി തോന്നി. വിശ്വാസവഞ്ചനയിൽ ലജ്ജിച്ചും പിതാവിന്റെ തിരസ്കാരത്തിൽ ഹൃദയം തകർന്നവനായും മറ്റുള്ളവരുടെ വിധികളാൽ ശ്വാസം മുട്ടിയും ആ യുവാവ് നദീതീരത്തേക്ക് അലഞ്ഞു. വേദന സഹിക്കാവുന്നതിലധികമായിരുന്നു. എനിക്കിനി ഒന്നുമില്ല, അവൻ സ്വയം മന്ത്രിച്ചു. കഴിവില്ല, ബഹുമാനമില്ല, ജീവിക്കാൻ ഒരു കാരണവുമില്ല. അവൻ അരികിൽ നിന്നു. കണ്ണുനീർ അവന്റെ മുഖത്തൊഴുകി. അവൻ കീഴടങ്ങാൻ തയ്യാറായി. അവൻ ചാടാനൊരുങ്ങിയതും ഒരു കൈ അവനെ പിന്നോട്ടു വലിച്ചു. അതൊരു വൃദ്ധനായിരുന്നു, ദയയും വിവേകവുമുള്ള കണ്ണുകളുള്ള ഒരു അപരിചിതൻ. നീ എന്താണ് ചെയ്യുന്നത്? വൃദ്ധൻ ചോദിച്ചു. എനിക്ക് ഈ ലോകത്ത് സ്ഥാനമില്ല, ബാലൻ മറുപടി പറഞ്ഞു. ഞാൻ എല്ലാം നശിപ്പിക്കും. എന്റെ അച്ഛന് പോലും എന്നെ വെറുപ്പാണ്. വൃദ്ധൻ ക്ഷമയോടെ കേട്ടു പറഞ്ഞു. വരൂ എന്നോടൊപ്പം. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ കാണിച്ചു തരാം. ഭാഗം 5. 3 ദിവസത്തെ മാറ്റം. ബാലൻ മടിച്ചു, പക്ഷെ അനുഗമിച്ചു. വൃദ്ധന്റെ വീട്ടിൽ അവനൊരു വെല്ലുവിളി നൽകി. അടുത്ത 3 ദിവസത്തേക്ക് വൃദ്ധൻ പറഞ്ഞു, ഞാൻ പറയുന്നതുപോലെ ചെയ്യുക. 3 കാര്യങ്ങൾ പൂർത്തിയാക്കുക. നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതിരുന്നതിനാൽ യുവാവ് സമ്മതിച്ചു. 1-ാം ദിവസം. 10 അപരിചിതരോട് സംസാരിക്കുക. അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുക. അവർ പറയുന്നത് എഴുതുക. ആദ്യം ആ ജോലി അസാധ്യമായി തോന്നി. അവൻ വിക്കി. ആളുകൾ അവനെ ശ്രദ്ധിച്ചില്ല. അവൻ ഏതാണ്ട് ഉപേക്ഷിച്ചു. പക്ഷേ അവൻ തുടർന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവൻ 10 ആളുകളോട് സംസാരിച്ചു. 2 പുതിയ സുഹൃത്തുക്കളെ സമ്പാദിച്ചു. 2-ാം ദിവസം. വെള്ളം എന്തുകൊണ്ട് പ്രധാനമാണെന്ന് 10 കുട്ടികളെ പഠിപ്പിക്കുക. എനിക്കാവില്ല, അവൻ പറഞ്ഞു. എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല. നിനക്കറിയാവുന്നത് മാത്രം സംസാരിക്കുക, വൃദ്ധൻ മറുപടി പറഞ്ഞു. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളവുമായി വിറയ്ക്കുന്ന ശബ്ദത്തിൽ
തനിക്കറിയാവുന്ന കാര്യങ്ങൾ അവൻ വിശദീകരിച്ചു. അത്ഭുതമെന്നു പറയട്ടെ, കുട്ടികൾ ശ്രദ്ധിച്ചു. അവർ ചിരിച്ചു, അവർ കൈയടിച്ചു. അവന്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് മാറി. അവൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് അവന് തോന്നി. 3-ാം ദിവസം, ഇപ്പോൾ പോയി നിന്റെ അച്ഛനോട് ക്ഷമ ചോദിക്കുക. ബാലൻ സ്തംഭിച്ചുപോയി. വേണ്ട, അവന് എന്നെ വെറുപ്പാണ്. അവൻ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. നീ പോയില്ലെങ്കിൽ, വൃദ്ധൻ പറഞ്ഞു, നിനക്കൊരിക്കലും സുഖം പ്രാപിക്കാൻ കഴിയില്ല. വളരെ പ്രയാസപ്പെട്ട് യുവാവ് വീട്ടിലേക്ക് മടങ്ങി. അവൻ അച്ഛന് മുന്നിൽ നിന്നു പറഞ്ഞു, എനിക്ക് തെറ്റുകൾ സംഭവിച്ചു, പക്ഷേ എനിക്ക് മാറണം. ദയവായി എനിക്കൊരവസരം കൂടി തരൂ. ഭാഗം 6. ഒരു പുതിയ തുടക്കം. അവന്റെ കണ്ണുകളിലെ മാറ്റം, അവന്റെ ശബ്ദത്തിലെ ഉറപ്പ് എന്നിവ കണ്ട അച്ഛൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ അവൻ തലയാട്ടി. അന്ന് പുതിയൊന്ന് ജനിച്ചു. ഒരു 2-ാം അവസരം മാത്രമല്ല, യുവാവിന്റെ ഒരു പുതിയ രൂപം തന്നെ. അവൻ വൃദ്ധന്റെ അടുത്തേക്ക് മടങ്ങി ചോദിച്ചു, എന്തായിരുന്നു രഹസ്യം? എന്താണെന്നെ മാറ്റിയത്? വൃദ്ധൻ പുഞ്ചിരിച്ചു. നീ സ്വയം മാറിയതാണ്. ശത്രു നിന്റെ ലജ്ജയായിരുന്നില്ല, ഭയമായിരുന്നു. ലോകം നിന്നെ ദുർബലനായി കാണുന്നു എന്ന് നീ വിശ്വസിച്ചു. അതിനാൽ നീ അങ്ങനെ പെരുമാറി. എന്നാൽ നീ നിന്നെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരൽപ്പം പോലും നീ വളരാൻ തുടങ്ങി. അവസാനം യഥാർത്ഥ പാഠം. വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഭയന്നിരുന്ന ആ ബാലൻ ആത്മവിശ്വാസമുള്ള ഒരു വ്യവസായിയായി മാറി. ആരും അവന് അധികാരം നൽകിയതുകൊണ്ടല്ല, അവൻ അത് സ്വയം കണ്ടെത്തിയതുകൊണ്ടാണ്. അവൻ സംസാരിക്കാൻ പഠിച്ചു, നയിക്കാൻ പഠിച്ചു, ഭയങ്ങളെ നേരിടാൻ പഠിച്ചു. ഒരിക്കൽ തനിക്കില്ലെന്ന് കരുതിയ ശക്തി ലോകം അവനിൽ കണ്ടു. ഇത് ഓർക്കുക, ആത്മവിശ്വാസം ഒരു സമ്മാനമല്ല, അതൊരു കഴിവാണ്. പ്രവൃത്തി കൊണ്ട് നാം നടുകയും ധൈര്യം കൊണ്ട് നനയ്ക്കുകയും ചെയ്യുന്ന ഒരു വിത്ത്. നിങ്ങൾക്ക് എത്ര ലജ്ജയോ എത്ര ഉറപ്പില്ലായ്മയോ എത്ര തകർച്ചയോ തോന്നിയാലും നിങ്ങൾ ഒരു ചെറിയ ചുവട് മുന്നോട്ട് വെച്ചാൽ പോലും നിങ്ങൾ നിങ്ങളുടെ കഥ തിരുത്തി എഴുതാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ, ലോകം നിങ്ങളെ അങ്ങനെ കാണും. നിങ്ങളുടെ വിലയിൽ വിശ്വസിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളിലുണ്ടായിരുന്ന ഒരു ശക്തി കണ്ടെത്താനാകും. പ്രവർത്തനത്തിനുള്ള ആഹ്വാനം. ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ താഴെ ഒരു കമന്റ് ഇടുക. ആവശ്യമുള്ള ഒരാളുമായി ഇത് പങ്കിടുക. ഓർക്കുക, ആത്മവിശ്വാസം പൂർണ്ണതയിൽ നിന്നല്ല ആരംഭിക്കുന്നത്, അത് വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്.